പക്ഷെ സാസ്കെ അവന്റെ ഹെഡ് ബാൻഡ് ബൊറൂട്ടോന് തിരിച്ചു കൊടുത്തിട്ട് പറയാണ് ഐ മൈറ്റ് ബി ദി വൺ ഹാവിംഗ് ടു ഷോ ഹിസ് റിസൾട്ട് നെക്സ്റ്റ്. ഈ മാങ്ക ചാപ്റ്ററിന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സാസ്കെ ഉച്ചിഹ ഇസ് ഗോയിങ് ടു ഡൈ സൂൺ. Hey yo, what is up YouTube? It's your boy VK here and welcome to episode 2 of Boruto season 2. ലാസ്റ്റ് എപ്പിസോഡിലെ എൻഡിംഗിൽ നമ്മുടെ കോഡിന്റെ ക്ലോ മാർക്കുന്ന ഐഡ പുറത്തു വരികയാണ് ആൻഡ് ഐഡനെ കണ്ടിട്ട് നമ്മുടെ അമാഡോ കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് ആയി പോവാണ്. ഇതിനുശേഷമാണ് നമ്മുടെ ബൊറൂട്ടോ ചാപ്റ്റർ 69 സ്റ്റാർട്ട് ആവുന്നത് ആൻഡ് ഈ ചാപ്റ്ററിന്റെ ടൈറ്റിലാണ് ക്യാപ്റ്റീവ്സ് ആൻഡ് കവർ പേജിൽ നമ്മുടെ ന്യൂലി റീപ്രോഗ്രാംഡ് ആയിട്ടുള്ള ഡെൽറ്റയാണ്. ചാപ്റ്റർ സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മുടെ അമാഡോ ഐഡനെ കണ്ടിട്ട് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് ആയിരിക്കുകയാണ് ആൻഡ് അമാഡോനെ ഇത്രയും പേടിച്ച് കണ്ടിട്ട് നമ്മുടെ ഷിക്കമാറും ടെൻഷൻ ആവാൻ തുടങ്ങി. ഈ ടൈം കൊണ്ട് ഡെൽറ്റ ഐഡനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. പക്ഷെ ഡെൽറ്റയുടെ കിക്സ് മിഡ് എയറിൽ സ്റ്റോപ്പ് ആയി പോവാണ് ആൻഡ് ഇത് കണ്ടിട്ട് നമ്മുടെ ഷിക്കമാറും ഡെൽറ്റയും കംപ്ലീറ്റ്ലി കൺഫ്യൂസ് ആയി പോവാണ്. കാരണം ഐഡ ഒരു ജൂത്സു യൂസ് ചെയ്യാണ്ട് നമ്മുടെ ഡെൽറ്റയുടെ കിക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഷിക്കമാറു ഡെൽറ്റയോട് ചോദിക്കുകയാണ് നീ എന്താണ് കാണിക്കുന്ന ഐഡനെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ഡെൽറ്റ പറയാണ് ഇത് എനിക്കും അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്, എനിക്ക് എന്റെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കേട്ടതും ഷിക്കമാറു പെട്ടെന്ന് ഈനോന് മെസ്സേജ് കൊടുക്കുകയാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് ആൻഡ് എത്രയും പെട്ടെന്ന് ഇവിടെ ബാക്കപ്പിന്റെ ആവശ്യമുണ്ടെന്ന്. ഈ സമയത്ത് നമ്മുടെ സാസ്കെ ബൊറൂട്ടോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സാസ്കെ കുറച്ച് സാഡ് ആണ്. കാരണം സാസ്കെ പറയാണ് ആസ് ബൊറൂട്ടോ സെൻസെ അത് അവന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ബൊറൂട്ടോന്റെ റാംപേജ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ ആ സമയത്ത് അവൻ ബൊറൂട്ടോയുടെ കൂടെ ഉണ്ടായിരുന്നില്ല ആൻഡ് അത് കാരണം കവാക്കിക്ക് ഒരു പെയിൻഫുൾ റോൾ എടുക്കേണ്ടി വന്നു ഓഫ് കില്ലിംഗ് ബൊറൂട്ടോ. അത് കാരണം വില്ലേജിലുള്ള കുറെ ആൾക്കാർ കവാക്കിനെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ബൊറൂട്ടോ നമ്മുടെ ഹൊക്കാഗയുടെ മകനാണ്. സോ ആരെങ്കിലും വന്ന് ഹൊക്കാഗയുടെ മകനെ കൊന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വില്ലേജേഴ്സ് എല്ലാവരും അവനെ ഹേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ബൊറൂട്ടോ പറയാണ് ഇത് ഫെയർ അല്ല, കാരണം ഞാൻ തന്നെയാണ് കവാക്കിനോട് എന്നെ കില്ല് ചെയ്യാൻ പറഞ്ഞത് ആൻഡ് ബാക്കി എല്ലാവരും അവനെ ഹേറ്റ് ചെയ്യുന്നത് ഇസ് റോങ്. ആൻഡ് ബൊറൂട്ടോ പറയാണ് ഇതുപോലത്തെ ഒരു അൺറീസണബിൾ റിക്വസ്റ്റ് എനിക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല കവാക്കി അല്ലാണ്ട്, കാരണം ഞാനും കവാക്കിയും ബ്രദേഴ്സ് ആണെന്ന്. ആൻഡ് ഇത് കേട്ടത് നമ്മുടെ സാസ്കെ ഒരു നിമിഷത്തേക്ക് നൊസ്റ്റാൾജിയ അടിക്കുകയാണ്. കാരണം നമ്മുടെ സാസ്കെ നാറൂട്ടോയുടെ റിലേഷൻ ഇതേപോലെ ആയിരുന്നു ഇൻ ദ OG നാറൂട്ടോ സീരീസ്. ഇതിനുശേഷം ബൊറൂട്ടോ സാസ്കെയുടെ ഹെഡ് ബാൻഡ് റിട്ടേൺ ചെയ്തിട്ട് പറയാണ് ഈ ഹെഡ് ബാൻഡ് എനിക്ക് എന്റെ റിസോൾവ് ഒരുപാട് സ്ട്രോങ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ സാസ്കെ അവന്റെ ഹെഡ് ബാൻഡ് ബൊറൂട്ടോന് തിരിച്ചു കൊടുത്തിട്ട് പറയാണ് ഐ മൈറ്റ് ബി ദി വൺ ഹാവിംഗ് ടു ഷോ ഹിസ് റിസൾട്ട് നെക്സ്റ്റ്. ഈ മാങ്ക ചാപ്റ്ററിന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സാസ്കെ ഉച്ചിഹ ഇസ് ഗോയിങ് ടു ഡൈ സൂൺ. കാരണം പോസ്റ്റ് ടൈം സ്കിപ്പ് ബാറ്റിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബൊറൂട്ടോ സാസ്കെയുടെ ഹെഡ് ബാൻഡും സ്വാഡും ക്ലോക്കും യൂസ് ചെയ്യുന്നത് ആൻഡ് മേ ബി നെക്സ്റ്റ് ടൈം മൊമോഷിക്കായിട്ട് ബൊറൂട്ടോ റാംപേജിൽ പോകുമ്പോൾ സാസ്കെ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമായിരിക്കും ആൻഡ് ആ ബാറ്റിലായിരിക്കും നമ്മുടെ സാസ്കെ ബൊറൂട്ടോന്റെ റൈറ്റ് സൈഡിലുള്ള കണ്ണിലുള്ള സ്കാർ കൊടുക്കുന്നത് ആൻഡ് ആ ബാറ്റിൽ maybe നമ്മുടെ സാസ്കെ is going to die. ഇത് ജസ്റ്റ് എന്റെ കുറച്ച് സ്പെക്കുലേഷൻസ് ആണ് ആൻഡ് ഐ റിയലി ഡോണ്ട് വാണ്ട് our സാസ്കെ ഉച്ചിഹ to die guys, because full ബൊറൂട്ടോ സീരീസിൽ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ സാസ്കെ. ഇതിനുശേഷം നമ്മുടെ സാരദ ആൻഡ് മീറ്റ്സ്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് അവർ ഡിസ്കസ് ചെയ്യാണ് ബൊറൂട്ടോയ്ക്ക് ഇത്രയൊക്കെ പറ്റിയിട്ട് നമുക്ക് ബൊറൂട്ടോനെ ഹെൽപ്പ് ചെയ്യാൻ തീരെ പറ്റില്ലല്ലോ ആൻഡ് ഫ്യൂച്ചറിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ട്രെയിനിങ് ചെയ്ത് സ്ട്രോങ് ആവണം. ഈ സമയം കൊണ്ട് നമ്മുടെ കവാക്കി ഓർക്കൊക്കെ കഴിഞ്ഞ് എണീക്കുകയാണ് ആൻഡ് കവാക്കിയുടെ മുമ്പിൽ നമ്മുടെ നറൂട്ടോ ഇരിക്കുന്നുണ്ട് ആൻഡ് സൈഡിൽ സുമിരയും. നറൂട്ടോ സുമിരയുടെ അടുത്ത് പറയാണ് എനിക്ക് കവാക്കിനോട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. സുമിരി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കവാക്കി ചാടിക്കറി നറൂട്ടോനോട് ചോദിക്കുകയാണ് ബൊറൂട്ടോനെ കൊന്നതിന് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നില്ലേ ആൻഡ് ഇത് കേട്ടത് നമ്മുടെ സുമിരെ കംപ്ലീറ്റ്ലി ഷോക്ക് ആവാണ്. കാരണം സുമിരയ്ക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ അക്കോർഡിംഗ് നമ്മുടെ ബൊറൂട്ടോനെ കില്ല് ചെയ്തത് കോഡായിരുന്നു. നറൂട്ടോ കവാക്കിനോട് പറയാണ് ബൊറൂട്ടോ ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ, അവന്റെ കാർമയുടെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് തിരിച്ച് ജീവനോടെ വന്നിരിക്കുകയാണെന്ന്. ആൻഡ് ഓൾസോ നറൂട്ടോ ആ സമയത്ത് റീഅഷ്യൂർ that Kawaki belongs to Konoha and കോനോഹയിലുള്ള എല്ലാ മെമ്പേഴ്സും നറൂട്ടോന് അവന്റെ ഫാമിലി പോലെയാണെന്ന്. ഈ സമയത്താണ് നമ്മുടെ നറൂട്ടോ ആൻഡ് സാസ്കെക്ക് ഈനോടെ മെസ്സേജ് കിട്ടുന്നത് that Amado's lab is being attacked by Ida and Code. So നറൂട്ടോയും സാസ്കെയും ബൊറൂട്ടോയും എത്രയും പെട്ടെന്ന് ലാബിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ലാബിനകത്ത് നമ്മുടെ ഷിക്കമാറു അവന്റെ ഷാഡോ പൊസിഷൻ ജൂത്സു യൂസ് ചെയ്തിട്ട് ഐഡനെ ക്യാപ്ചർ ചെയ്യാണ്. ഇതുകൊണ്ട് ഐഡ തന്നെ ആക്ച്വലി സർപ്രൈസ് ആവുകയാണ് that ഷിക്കമാറു can actually attack her. പിന്നെയാണ് ഐഡയ്ക്ക് മനസ്സിലാവുന്നത് ഇത് സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിക്കമാറുടെ ഷാഡോ പൊസിഷൻ ജൂത്സുവിന് ഒരാളിന് ഡയറക്ട്ലി ഹാം ചെയ്യാൻ പറ്റില്ല. സഡൻലി നമ്മുടെ ഷിക്കമാറുവിന് ഒരു വിയേർഡ് ഫീവർ സ്റ്റാർട്ട് ആവാണ് ആൻഡ് അവന്റെ കൺട്രോൾ ലൂസ് ആവാൻ തുടങ്ങി. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡെൽറ്റയ്ക്കും അവളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഷിക്കമാറു ഈനോടെ അബിലിറ്റി യൂസ് ചെയ്തിട്ട് അമാഡോന്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ഈ സംഭവിക്കുന്നത്, ആരാണ് ഈ വന്നിരിക്കുന്നത് ആൻഡ് ഇവളുടെ പവേഴ്സ് എന്തൊക്കെയാണ് ആൻഡ് നമുക്ക് എങ്ങനെ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അമാഡോ പറയാണ് ഇവളുടെ പേരാണ് എയ്ഡ ആൻഡ് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെല്ലാരും ഇപ്പോ എയ്ഡയുടെ ക്യാപ്റ്റീവ്സ് ആണെന്ന്. ഗൈസ്
എയ്ഡ is too OP. So basically എന്താ സംഭവം എന്ന് വെച്ചാൽ എയ്ഡയുടെ പവേഴ്സിനനുസരിച്ച് എയ്ഡ ഇവരെ എല്ലാരെയും അൺകോൺഷ്യസ് ലെവലിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവർക്ക് ആർക്കും എയ്ഡനെ വേണം എന്ന് വെച്ച് ഹാം ചെയ്യാനായിട്ട് പറ്റില്ല. എയ്ഡയ്ക്ക് പോലും അവളുടെ പവേഴ്സ് അവൾക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ അബിലിറ്റിയുടെ എഫക്റ്റ് അവൾ മരിക്കുന്നവരെ ഉണ്ടാവും. ഈ സമയം കൊണ്ട് കോഡ് അമാഡോനെ അറ്റാക്ക് ചെയ്യാണ്. ആൻഡ് കോഡിന്റെ ക്ലോസ് യൂസ് ചെയ്തിട്ട് അമാഡോനെ ടോർച്ചർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അമാഡോ ഷിക്കമാറുവിന്റെ അടുത്ത് പറയാണ്, ഞാൻ നിങ്ങളെ പോലെ പ്രൊഫഷണൽ ഷിനോബീസ് ഒന്നുമല്ല, ആൻഡ് എനിക്ക് ഈ ടോർച്ചർ ഒരുപാട് നേരം സഹിക്കാൻ പറ്റില്ല. സോ ഷിക്കമാറു എയ്ഡനോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ഉദ്ദേശം? നീ എന്തിനാണ് കോഡിനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്? ആൻഡ് എന്തിനാണ് നീ ലീഫ് വില്ലേജിനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? എയ്ഡ പറയാണ്, കോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവന്റെ പേഴ്സണൽ ഡിസിഷൻസ് ആണ്. ആൻഡ് എനിക്ക് അതിനോട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ആൻഡ് ഓൾസോ എനിക്ക് ലീഫ് വില്ലേജിന്റെ അഗേൻസ്റ്റ് പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യങ്ങളൊന്നും ഇല്ലാന്ന്. സോ ഷിക്കമാറു ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്? എയ്ഡ പറയാണ്, ബേസിക്കലി ഞാൻ കോഡിനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് എനിക്ക് കവാക്കിനെ കൊണ്ടുതരും, ബിക്കോസ് എനിക്ക് കവാക്കിനെ ഇഷ്ടമാണെന്ന്. ആൻഡ് ഇത് കേട്ടത് നമ്മുടെ ഷിക്കമാറു കംപ്ലീറ്റ്ലി ഷോക്കായി പോവാണ്. അവൻ എന്താ ഇപ്പൊ കേട്ടത്? ഐഡയ്ക്ക് കവാക്കിനെ ഇഷ്ടമാണെന്നോ? ആൻഡ് പക്ഷെ ഇത് കേട്ടത് നമ്മുടെ ഷിക്കമാറുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി റൺ ആവാൻ തുടങ്ങി. ആൻഡ് അവനൊരു പ്രൊപ്പോസിഷനിലെത്തി, വിച്ച് വാസ് ഷോക്കിംഗ് ഗൈസ്. കാരണം ഷിക്കമാറു ഐഡനോട് സജസ്റ്റ് ചെയ്യാണ് ടു ജോയിൻ കൊനോഹ. ഇത് കേട്ടത് നമ്മുടെ കോഡിന്റെ കംപ്ലീറ്റ്ലി കിളി പോയിരിക്കുകയാണ്. കാരണം ദിസ് വാസ് റിയലി അൺഎക്സ്പെക്ടഡ് ഗൈസ്. ഇപ്പൊ ഐഡയും ഡയമോണും ലീഫ് വില്ലേജിന് പാർട്ട്ണർ ചെയ്ത് കഴിഞ്ഞാൽ അവര് ആലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ കോഡ് ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അവന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. ആൻഡ് ഇറ്റ് ഇസ് ലിറ്ററലി ഈസി ടു ഡിഫീറ്റ് കോഡ് ഗൈസ്. സോ ഇവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ 69 എൻഡ് ആവാണ്. ആൻഡ് നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ അറിയാൻ പോകുന്നത് ഐഡ ഷിക്കമാറുടെ പ്രൊപ്പോസിഷൻ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന്. സോ ഐ ആം റിയലി എക്സൈറ്റഡ് ടു നോ ദി നെക്സ്റ്റ് ചാപ്റ്റർ ഗൈസ്. സോ അടുത്ത ചാപ്റ്റർ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.